രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ പ്രതിസന്ധി. പാർട്ടി നിലപാട് തള്ളി സഹകരണ മന്ത്രിയായിരുന്ന KN രാജണ്ണയെ ഹൈക്കമാൻഡ് പുറത്താക്കി. കൃത്യസമയത്ത് പാർട്ടി നിലപാടെടുത്തില്ലെന്ന് രാജണ്ണ. സായ്കുമാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സായ്കുമാർ, കർണാടകയെ സംബന്ധിച്ച് തന്നെ ഏറെ നിർണായകമായ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണ് വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ എന്താണ് കർണാടക കോൺഗ്രസിൽ സംഭവിക്കുന്നത്? റോഷ്നി, കോൺഗ്രസ് സമീപകാലത്ത് ഏറ്റെടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വോട്ടർ ചോർച്ചാ ക്രമക്കേട് എന്നുള്ളത്. 6 മാസത്തിലധികം നീണ്ട കൃത്യമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി ഒരു വലിയ സ്കാം എന്ന രീതിയിൽ ഇത് മുന്നോട്ട് വെച്ചത്. അത് ഇന്ത്യ സഖ്യമടക്കം ഏറ്റെടുക്കുകയും രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇന്നത് പോവുകയും ചെയ്തു. പക്ഷേ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. കർണാടകയിലെ സഹകരണ മന്ത്രിയായിരുന്ന KN രാജണ്ണയാണ് പാർട്ടിയുടെ നിലപാടിനെ അദ്ദേഹം പരസ്യമായി തള്ളിപ്പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് ഇപ്പോൾ ഉന്നയിക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല, നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്, പക്ഷെ അന്ന് ഗൗരവത്തോടെ ഈ വിഷയത്തിൽ പാർട്ടി ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു വിമർശനം പാർട്ടിയുടെ തന്നെ സഹകരണ മന്ത്രിയായിട്ടുള്ള KN രാജണ്ണ, മുതിർന്ന നേതാവ്, ഉന്നയിച്ചതാണ് ഇപ്പോൾ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെ പ്രതികരണം വന്നിരുന്നു. അനാവശ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം എന്ന കൃത്യമായ മുന്നറിയിപ്പ് DK ശിവകുമാറിന് നൽകുകയും ചെയ്തു. ഇത് രാജ്യവ്യാപകമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഏറ്റെടുത്തൊരു വിഷയമാണ്. അപ്പോൾ അതിനെ തള്ളിപ്പറയുന്നത്, പാർട്ടിയെ തള്ളിപ്പറയുന്നത് എന്നുള്ള വിലയിരുത്തൽ വളരെ വേഗത്തിൽ പാർട്ടിക്കകത്ത് വരികയും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ കർണാടക മാധ്യമങ്ങളടക്കം നൽകുന്നത്. അദ്ദേഹത്തെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് ചെയ്തത്. അതായത് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ മുനയൊടിക്കാൻ BJP അടക്കം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പാർട്ടിക്കകത്ത് പോലും ഇക്കാര്യത്തിലൊരു സ്വരച്ചേർച്ചയില്ല എന്ന ഒരു കാര്യം വളരെ കൃത്യമായി BJPക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതോടൊപ്പം അദ്ദേഹം സിദ്ധരാമയ്യ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഏറ്റവും അടുത്ത ഒരു അനുയായി കൂടിയായിട്ടാണ് രാജണ്ണയെ അറിയപ്പെടുന്നത്. അപ്പോൾ സിദ്ധരാമയ്യക്കടക്കം അദ്ദേഹ വിഭാഗത്തിന് ഇതിലൊരു രണ്ടഭിപ്രായമുണ്ടോ എന്നതടക്കമുള്ള ചർച്ചകളിലേക്ക് ഈ വിഷയം പോവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടതാണ്. പക്ഷെ അന്ന് ഒരു അവധാനതയോടുകൂടി ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് അവിടെ അന്ന് മന്ത്രിയായിട്ടുണ്ടായിരുന്ന ആളുകൾ പറയുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ വിഷയത്തിന്റെ ഇതടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പാർട്ടി വിഷയത്തിൽ ഇടപെടുകയും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ പരസ്യമായി പുറത്തു വന്ന ഉടൻ തന്നെ DK ശിവകുമാർ അടക്കം രൂക്ഷമായാണ് ഇതിനോട് പ്രതികരിച്ചത്. അപക്വമാണ്, ഇത് ഒരു പരിശോധനയുമില്ലാതെ നടത്തുന്ന പ്രസ്താവനയാണ്, അത് നിർത്തണമെന്ന കൃത്യമായ മുന്നറിയിപ്പ് വന്നിരുന്നു. ആ സമയത്ത് തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു നടപടി പ്രതീക്ഷിച്ചതുമാണ്. ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഹൈക്കമാൻഡ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോഷ്നി, സായ്കുമാർ, നമുക്ക് ഈ വെളിപ്പെടുത്തലുകളിൽ തന്നെ ഇപ്പൊ കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റ് ഉൾപ്പെട്ടുള്ള ഈ മഹാദേവപുര നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം. അതായത് 1 ലക്ഷത്തിലധികം വോട്ടുകളിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന ക്രമക്കേടെന്ന് പറയുമ്പോൾ അത് ചെറുതല്ല, കർണാടകയെ സംബന്ധിച്ച് തന്നെ ചെറിയ ആരോപണമല്ല. അപ്പോൾ അതിനകത്തു നിന്ന് തന്നെ കോൺഗ്രസ് ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ, കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ 25ഓളം പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളായി 300ഓളം MP-മാർ അണിനിരന്ന് കഴിഞ്ഞു തെരുവിൽ. അത്തരമൊരു സാഹചര്യത്തിൽ കർണാടകയിൽ ഇത്തരത്തിലൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുന്നത് വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവില്ലേ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് റോഷ്നി വളരെ വേഗത്തിൽ ഹൈക്കമാൻഡ് ആ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഇവിടെ രാജണ്ണ പറഞ്ഞ വാക്കുകൾ, ഈ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കൺമുന്നിലാണ്, അന്ന് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഇടപെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. ഇത് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ 6 മാസത്തിലധികം നീണ്ട വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തി കണ്ടുപിടിച്ചതല്ല. അന്ന് ഇത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് നിങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. അത് പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യമല്ല. കർണാടകയിലെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി തന്നെ ആ ഒരു ചോദ്യം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അത് രാഹുൽ ഗാന്ധി ആയാലും ഹൈക്കമാൻഡ് ആയാലും അവർക്കൊക്കെ അതിൽ മറുപടി പറയേണ്ടി വരും. BJP ഒരുപക്ഷെ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണവും ഇപ്പോൾ കർണാടകയിലെ KN രാജണ്ണയുടെ ഈ വാക്കുകൾ തന്നെയായിരിക്കും. സ്വാഭാവികമായും ആ ഒരു അപകടം മണത്തറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോയിട്ടുള്ളത്. പക്ഷേ അത് നടപടി എടുത്തു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തായാലും BJP എടുത്തുപയോഗിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ സാധാരണ നേതാവല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അടുത്ത അനുയായിയാണ്, അവിടുത്തെ സഹകരണ മന്ത്രിയാണ്. അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്ന് തന്നെ, പ്രധാനപ്പെട്ട ഒരു നേതാവിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു അപശബ്ദം ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്
കോൺഗ്രസ് ഇപ്പോൾ കർണാടകയിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധി. കാരണം കർണാടകയിലെ മഹാദേവപുര എന്ന ഈ മണ്ഡലം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയും സത്യവാങ്മൂലമായി ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നൽകാത്തിടത്തോളം കാലം രാഹുൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, അതിൽ മാപ്പ് പറയേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഇക്കാര്യത്തിലൊരു കെട്ടുറപ്പില്ല എന്നുള്ള ഒരു വിമർശനം ഉയരുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ BJP അടക്കം എടുത്തുപയോഗിക്കാൻ പോകുന്ന വാക്കുകൾ ഇത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ആ സ്ഥാനത്ത് നിന്ന് തന്നെ സമീപകാലത്ത് പാർട്ടി ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ പാർട്ടിക്കകത്ത് അപശബ്ദം മുഴക്കിയ നേതാവിനെതിരെ വളരെ വേഗത്തിൽ ഒരു നടപടിയിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നതിന് പിന്നിലെ കാരണവും അത് തന്നെയാണ്. റോഷ്നി. യെസ്, സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒറ്റക്കെട്ടായി ഒരു പ്രതിഷേധമടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർണാടകയിൽ നിന്ന് ഉയർന്ന ഒരു വ്യത്യസ്തമായ സ്വരം, അതിനെ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസും. മന്ത്രിക്കെതിരെ തന്നെ നിലപാടെടുത്തിരിക്കുകയാണ്.